വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ചിക്കൻ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. അപ്പം ഞാനിതൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വെള്ളം ഒഴിക്കാതെ നമുക്ക് വേവിച്ചെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറി കഴിയുമ്പോൾ അപ്പോൾ എല്ലുള്ള പീസും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എല്ലെല്ലാം മാറ്റിയിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടൊന്ന് ആറട്ടെ. അപ്പോൾ ഇത് ചിക്കൻ മിക്സിയിലൊന്ന് കറക്കിയെടുത്തതാണിത്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവോള ചെറുതാക്കി അരിഞ്ഞെടുത്തതാണിത്. ഇത് ഒരു വലിയ ക്യാപ്സിക്കം അരിഞ്ഞെടുത്തതാണ്. പിന്നെ ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റ് അരിഞ്ഞെടുത്താണിത്. കുറച്ച് ക്യാബേജ് അരിഞ്ഞതാണിത്. ഇനി നമുക്ക് ചിക്കൻ വെന്ത ആ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് വേണം. അതാണിത്. ഇനി നമുക്ക് ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കണം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണം. അത് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട. നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് ചേർന്നേക്കുന്ന കാരണം കൊണ്ട് ഇപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കണ്ട. ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വാടിയിട്ടുണ്ട്. ഒരുപാട് നേരിട്ട് വഴറ്റണ്ട. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ സ്റ്റോക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് പറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാതിരുന്നത്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇതിൻ്റെ ചൂടാറുമ്പോഴത്തേക്കും നമുക്ക് മയോണൈസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് മയോണൈസ് ചേർത്തൊന്ന് ഇളക്കിയെടുക്കണം. നമുക്കിത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മിക്സ് ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈഡെല്ലാം ഞാൻ കട്ട് ചെയ്തതാണ്. അതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡും കൂടെ വയ്ക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. നമുക്കിതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഡിഷാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്